എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കൊറിയൻ ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവന് സ്പെഷ്യലായിട്ടുള്ളൊരു സൂപ്പർ പവറുണ്ട്. ഒരാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് ഇവന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ സൂപ്പർ പവർ അവൻ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം അവൻ്റെ ബോഡിക്ക് ഡാമേജ് സംഭവിക്കും. അവന് നല്ല പെയിനൊക്കെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ അവൻ അതൊന്നും കാര്യമാക്കാതെ തന്നെ ഈ ഒരാൾക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇവർ ആംബുലൻസിൽ പോകുന്ന സമയത്ത് അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ ഇവൻ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവൻ്റെ ബോഡിയിൽ നല്ലൊരു പെയിനൊക്കെ വരാണ്. ഇവൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ പെൺകുട്ടി അവനെ തടയുന്നുണ്ടെങ്കിലും അവൻ ആ പെൺകുട്ടിയെ തട്ടി മാറ്റിയിട്ട് ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. ആക്സിഡൻറ്റ് സംഭവിച്ച ഒരാൾ ഫയർ ഫൈറ്ററാണ്. ഒരു തീപിടുത്തത്തിൽ നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടയിൽ ഇയാൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് എന്നിവൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് നേരം ആ പവർ അവൻ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അവൻ വളരെ അധികം ടയേർഡാവുന്നുണ്ട്. അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരെയും അവൻ വളരെ വീക്കാവുന്നുണ്ട്. എങ്കിലും ഇയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവിടെയുള്ള ആളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവരെ ട്രീറ്റ്മെൻറ്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ അവൻ അയാളുടെ ദേഹത്തൂടെ ബോധം കെട്ട് വീഴുകയാണ്. അങ്ങനെ എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ പാനിക്കാവുന്നുണ്ട്. ഇവൻ അവൻ്റെ ബോഡിയിലെ പെയിൻ പോലും നോക്കാതെ അയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ അവന് അത് പെയിന് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാതെ അവൻ തല ഇറങ്ങി വീഴുകയാണ് ചെയ്തത്. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.